കേരളത്തിലെ നിയമസഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കുത്തനെ കൂടാൻ സാധ്യതയുണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല് 2000 രൂപയുടെ മുകളിലുള്ളവർക്ക് ഒരു ടെൻഷൻ ആയില്ലേ? അതൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നോക്കാം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. ആ റൂമിൽ എയർ കണ്ടീഷൻ ഉള്ള റൂമാണെങ്കിൽ ആ എയർ കണ്ടീഷൻ ഹാഫ് ആൻ അവർ തൊട്ട് 1 അവർ വരെ നമുക്ക് ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, റൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമുക്കത് ഓഫ് ചെയ്തിട്ട് BLDC ഫാനിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൂമിലെ ആ ടെമ്പറേച്ചർ സ്റ്റഡി ആയിട്ട് രാവിലെ വരെ നമുക്ക് യൂസ് ചെയ്യാം. അതൊരു അടിപൊളി ഐഡിയ ആണ്. ആരും പറഞ്ഞു തരാത്ത ഒരു ഐഡിയ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇക്വിപ്മെന്റ്സ് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളതാണെങ്കിൽ നമ്മുടെ പവർ വളരെയധികം സേവ് ചെയ്യാം. ഉദാഹരണത്തിന് AC, ഫ്രിഡ്ജ്, BLDC ഫാൻ ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പവർ വളരെയധികം കൺസർവേറ്റ് ചെയ്യാം. നമ്മുടെ എക്യുപ്മെന്റ്സ്, ഹാളിലെ ലൈറ്റിംഗ് ഏരിയ, ബെഡ്റൂമിലെ ലൈറ്റിംഗ് ഏരിയ, കൊല്ലാട് ഏരിയ, ഇതൊക്കെ നമുക്ക് സെൻസർ സർക്യൂട്ട്, വളരെ ചെറിയൊരു സെൻസർ സർക്യൂട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. കാരണം മൂവ്മെന്റ് ഉള്ള സമയത്ത്, നമ്മൾ റൂമിലുള്ള സമയത്താണ് ഈ ലൈറ്റുകൾ ഓൺ ആയി കിടക്കുള്ളൂ. അല്ലെങ്കിൽ സെൻസർ സർക്യൂട്ട് ഈ ലൈറ്റുകളെല്ലാം ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം പവർ നമുക്ക് കൺസർവേറ്റ് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആണ്. ഫോർത്ത് പോയിന്റ്, നമ്മുടെ ELCB 30 മില്ലി ആംപിയർ ഉള്ളത് ഉപയോഗിക്കാം. എബവ് 30 മില്ലി ആംപിയർ കറണ്ട് ഓട്ടോമാറ്റിക്കലി കട്ട് ആവുന്നു. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ELCB വർക്കിംഗ് കണ്ടീഷനുള്ളത് 30 മില്ലി ആംപിയറിൽ ഉള്ളത് ആണോ എന്നും ഇത് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നും നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. മാത്രമല്ല, നമ്മൾ വയറിങ്ങിന് ഉപയോഗിക്കുമ്പോൾ കേബിൾസ് ക്ലാസ് B ക്ലാസിഫിക്കേഷനുള്ള കേബിൾസ് ആണെങ്കിൽ നമ്മുടെ എനർജി ലോസ് വളരെയധികം മിനിമൈസ് ചെയ്യും. നമുക്ക് പവർ സേവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.